ഇത് നമ്മുടെ ആലിയ ഭട്ടാണ്. എണ്ണയുടെ പരസ്യമാണ്, മുടി വളരുന്നത് കാണിക്കുന്നതാണ്. സത്യത്തിൽ എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ, വെപ്പ് മുടി വെച്ചിട്ട്. ഇതുപോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും വന്ന് കാണിക്കുന്നത്. നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു സെലിബ്രിറ്റിയുടെ അവസ്ഥയാണിത്. ഒരു ഹെയർ ഓയിലിന്റെ പരസ്യത്തിലാട്ടോ വന്നിരിക്കുന്നത്. സെലിബ്രിറ്റിയുടെ അവസ്ഥ മാത്രമല്ല, നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ ഇതാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രഗ്നൻസിക്ക് ശേഷമുള്ള മുടികൊഴിച്ചിലാണ്. ഈ പ്രഗ്നൻസിക്ക് ശേഷമുള്ള മുടികൊഴിച്ചിൽ ഉണ്ടാവുന്ന ആ കണ്ടീഷനെ പറയുന്ന പേരാണ് അക്യൂട്ട് ടീലജൻ ഇഫ്ലൂറിയം. ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം പ്രഗ്നൻസിക്ക് ശേഷം പ്രൊജസ്ട്രോൺ ഹോർമോൺ റെഡ്യൂസ് ചെയ്യും. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ആണ് നമ്മുടെ മുടിയെ ഹോൾഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ. അപ്പൊ ഈ ഒരു ഹോർമോണിന്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടി ഹോൾഡ് ചെയ്യാൻ പറ്റാതെ കൊഴിഞ്ഞു പോകും. ഇതൊരു ഫിസിയോളജിക്കൽ കണ്ടീഷനാണ്. പക്ഷെ അമിതമായ അളവിൽ മുടി കൊഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കൊഴിഞ്ഞ മുടി തിരിച്ച് കിളിച്ച് വരാതിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം. കാരണം ചിലപ്പോൾ തൈറോയിഡിന്റെ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, ചിലപ്പോഴൊക്കെ PCOD, PCOS തുടങ്ങിയ അസുഖങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമുക്ക് മുടികൊഴിച്ചിലുണ്ട്. ചെറിയ മുടികൊഴിച്ചിലല്ലേ, കുഴപ്പമില്ല, മാറിക്കോളും എന്ന് പറഞ്ഞൊന്നും ഇരിക്കേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കും. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് പേരുടെ ഹെയർ എക്സ്റ്റൻഷൻസും ഒക്കെ വെച്ചിട്ട് നടക്കണം. അപ്പം അതൊന്നും വെച്ചിട്ട് നടക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ മുടി തന്നെ വെച്ചിട്ട് കോൺഫിഡൻസ് ആയിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഡു യുവർ ട്രീറ്റ്മെന്റ് ആസ് ഏർലി ആസ് പോസിബിൾ. താങ്ക് യു. MediGlow Cosmetology and Hair Transplant Center, the Lifestyle Clinic.